എന്തെങ്കിലും നിങ്ങൾ കേട്ടത്? എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കാറുണ്ടോ? പുറത്തേക്ക് പോകാറുണ്ടോ? കോഴി പോകുന്ന ശബ്ദം. പിന്നെ അതെങ്ങനെ കോഴി പോകണേ? പൂങ്കോഴി അല്ലേ കോഴി? അപ്പൊ പൂങ്കോഴി പോണ ശബ്ദം കേട്ട് ആണ് ഉണരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏത് കോഴി ഏത് പക്ഷിയുടെ ശബ്ദം കേൾക്കണം നമ്മള്? പിന്നെ വേറെ ഏത് പക്ഷിയുടെ ശബ്ദമാണ് നിങ്ങൾക്ക് അനുകരിക്കാൻ അറിയാവുന്നത്? കുയിലിന്റെ ശബ്ദം അറിയോ? പിന്നെ ആർക്കെങ്കിലും താറാവിന്റെ ശബ്ദം അനുകരിക്കാൻ അറിയാവോ? വളരെ സൂപ്പർ ആയിട്ടുണ്ട്. താറാവ് എങ്ങനെ നടക്കണേ അതറിയാമോ? താറാവ് നീന്തി പോകുന്നതും ഒക്കെ ആയിട്ട് അറിയാമോ? നമുക്കത് കണ്ടു നോക്കാം. താറാവ് എങ്ങനെയാണ് താറാവ് വെള്ളത്തിൽ നീന്തി നടക്കുന്നു കണ്ടോ? നീന്തി നടക്കണോ? ഇപ്പൊ താറാവ് നീന്തുമ്പോൾ നീന്തതിന് എല്ലാവർക്കും അറിയാം അല്ലേ? അല്ലേ? താറാവ് നീന്തുന്നുണ്ട്. അപ്പൊ ഇതേപോലെ നീന്താൻ അറിയാമോ? കണ്ടില്ലേ? കണ്ടിട്ട് പഠിച്ചില്ലേ? താറാവ് നീന്തുന്ന പോലെ എങ്ങനെയാ നീന്തുന്നത്? ശബ്ദം വെച്ച് ഇങ്ങനെ നീന്താ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പാട്ട് പാടിയാലോ? താറാവ് നീന്തുന്ന പോലെ നീന്തി നടന്നൊരു പാട്ട്. അപ്പൊ എല്ലാവരും എണീറ്റോ? പാട്ട് പാടട്ടോ. അമ്മ താറാവും കുട്ടിയോടും നടക്കാൻ പോയല്ലോ, നീന്തി നടന്നു പോയവർ കാഴ്ചകൾ കണ്ടു രസിച്ചല്ലോ. കാഴ്ചകൾ കാണാൻ പറ്റുമോ? പോരെ. ആരെ അമ്മ താറാവ്? ഞാനട്ടോ അമ്മ താറാവ്. കുഞ്ഞു താറാവുകളൊക്കെ ഇന്ന് പോരെ. അമ്മ താറാവും കുട്ടിയോളും നീന്തി നടന്നല്ലോ, നടന്നു പോയവർ കാഴ്ചകൾ കണ്ടു രസിച്ചല്ലോ. നല്ല പാട്ടല്ലേ? എല്ലാരും നീന്തില്ലേ? എല്ലാരും പോയിരുന്നു കേട്ടോ. ഇനി നമ്മള് താറാവായി. ഇനി താറാവ് ആരാ മുന്നിൽ പോയതാരാ? അമ്മ താറാവ്. ടീച്ചറിവിടെ അമ്മ താറാവിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അമ്മ താറാവ് എങ്ങനെയാ പോയത്? മുന്നിലാണോ ഇപ്പൊ പോയിരിക്കുന്നത്? അല്ല. അമ്മ താറാവിനെ ആദ്യം ഒന്ന് മുന്നിലാക്കാം. അമ്മ താറാവിനെ ഒന്ന് മുന്നിലാക്കിക്കേ. കൊള്ളാല്ലേ? അമ്മ താറാവ് മുന്നിൽ, കുഞ്ഞു താറാവുകളൊക്കെ പിന്നിൽ. കേട്ടോ? ഇനി നമുക്കൊരു കുഞ്ഞു താറാവിനെ മുന്നിലാക്കണം. ആര് വരും? ഒരു കുഞ്ഞു താറാവിനെ മുന്നിലാക്കണം. ഒരു കുഞ്ഞു താറാവിനെ എടുത്ത് മുന്നിൽ വെക്കും. സൂപ്പർ അല്ലേ? ഓക്കെ. ഇനി ഒരു താറാവിനെ കൂടെ എടുത്ത് മുന്നിൽ വെക്കുവോ? അടുത്ത ആള് വരൂ. ഇനി ഒരു താറാവിനെ കൂടെ എടുത്ത് വെക്കുവോ? അടുത്ത ആള് വരൂ. അത് അഡ്ജസ്റ്റ് ചെയ്ത് സ്ഥലം ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? ഇനി അടുത്ത ആള് വന്ന് അടുത്ത താറാവിനെങ്കിലും മുന്നിലാക്കിക്കേ. ഇപ്പൊ കണ്ടോ? ഏറ്റവും കൂടുതൽ അമ്മയുടെ മുന്നിലാണോ പുറകിലാണോ? അമ്മയുടെ മുന്നിൽ ഒത്തിരി താറാവുകൾ, അമ്മയുടെ പിന്നിലോ താറാവ്. ഇത് ഒത്തിരി, ഇത് കുറച്ച്, ഇത് കൂടുതല്, ഇത് കുറച്ച് താറാവ്. പാവം താറാവ് അല്ലേ? ഒറ്റയ്ക്ക് പുറകിൽ നിൽക്കുന്നത്. നമുക്ക് ഇതിനെ ഇങ്ങോട്ട് വെച്ചാലോ? അടുത്തയാള് വരാത്തയാള് ഒന്നേ. ഒരാളെ കൂടെ നമുക്ക് തിരിച്ച് വെക്കാം.
ഏറ്റവും മുന്നിലുള്ള ആളെ തന്നെ എടുത്ത് പിന്നിലേക്ക് ഇപ്പോഴും എവിടെയാ കൂടുതലുള്ളത്? പിന്നിൽ തന്നെയാണ് കൂടുതൽ അല്ലേ? പിന്നില് കുറച്ചേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് വന്നേ. ഇപ്പൊ ഓരോ താറാവിനെയും ടീച്ചർ ഓരോ ആളുകൾ തരാം. ഇഷ്ടമുള്ള താറാവിനെ എടുത്തു. സാരമില്ല, നിങ്ങൾ രണ്ടുപേരും കൂടി അമ്മ താറാവ് ഷെയർ ചെയ്യാം. ഇനി അമ്മ താറാവ് മുന്നിൽ നിന്നേ. മുന്നിൽ നിൽക്കണം. ഇനി അമ്മ താറാവിന്റെ പിന്നിലായിട്ട് ബാക്കിയുള്ള താറാവുകൾ കുട്ടി താറാവുകളൊക്കെ നിന്നേ. ഉണ്ടോ? നല്ല കുട്ടികൾ എല്ലാരും ചെയ്തു. ഇനി അമ്മ താറാവിന്റെ മുന്നിൽ ഒരു താറാവ് വന്ന് നിന്നേ. ഒരു താറാവ് കൂടെ വന്നേ. ഇപ്പൊ എവിടെയാ കൂടുതലുള്ളത് താറാവ്? പുറകിലാണോ മുന്നിലാണോ? പുറകിലാണ് താറാവ് അല്ലേ? ഇനിയോ താറാവ് പുറകിലേക്ക് വെക്കേ. ഒരു താറാവ് കൂടെ വന്നേ. ഇപ്പൊ അമ്മ താറാവിന്റെ മുന്നിൽ താറാവുകളുണ്ടോ? ഇല്ല. ഒരു താറാവ് പോലും അമ്മ താറാവിന്റെ മുന്നില് ഇല്ല. ഇഷ്ടപ്പെട്ടോ താറാവിനെയൊക്കെ? അപ്പൊ നാളെ വരുമ്പോ താറാവിനെ വരച്ചോണ്ട് വന്നോ. നമുക്ക് ക്ലാസ് മുഴുവൻ താറാവ്. അപ്പൊ താറാവിനെ അവിടെ മുന്നിൽ പിന്നിലായിട്ട് വെച്ചോ. ഏറ്റവും മുന്നിൽ അമ്മ താറാവ്, പുറകില് നമുക്ക് ആ പാട്ട് ഒന്നോടെ പാടാം. ആദ്യം പാടിയ പാട്ട് നമുക്ക് ഒന്നോടെ പാടാം. ഓർമ്മയുണ്ടോ? അമ്മ താറാവും കുട്ടിയോടും